ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം സൂയിലാണ്. വെൽക്കം ടു മൈ ചാനൽ അബ്ദൂസ് ദുനിയ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിങ്ങോട്ട് വന്നത് കൊല്ലത്ത് നിന്നുമാണ്. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, എന്നിട്ട് അവിടുന്ന് പാളയത്തോട്ടുള്ള ബസ്സിൽ കയറി സൂവിലെത്തി. പ്രധാനമായും 2 എൻട്രൻസ് ആണ് സൂവിനുള്ളത്. അതിലൊന്നാമത്തെ എൻട്രൻസ് കഴിഞ്ഞ് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമുക്കിത് ഇങ്ങനെ ബോർഡ് കാണാൻ സാധിക്കും. ഇവിടുത്തെ റൂട്ട് മാപ്പാണ്. നല്ല ഭംഗിയുള്ള ഗാർഡനാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇതിനുശേഷം മുന്നോട്ട് ചെല്ലുമ്പോൾ വലത്തെ സൈഡിൽ നമുക്ക് നേപ്പിയർ മ്യൂസിയം കാണാൻ സാധിക്കുന്നതാണ്. ശ്രീ ചിത്ര ആർട്ട് ഗാലറിക്ക് മുന്നിലായിട്ടാണ് സൂവിലേക്കുള്ള രണ്ടാമത്തെ എൻട്രൻസ്. ഇവിടെ വലത്ത് സൈഡിൽ ക്ലോക്ക് റൂമും ഇടത്ത് സൈഡിൽ ടിക്കറ്റ് കൗണ്ടറുമാണ്. ഏകദേശം 98 ഇനത്തിൽപ്പെട്ട 1025 മൃഗങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ സംരക്ഷണത്തിനായി വെറ്റിനറി ഹോസ്പിറ്റലും സൂവിലെ അധികൃതരും ഇവിടെ നിലകൊള്ളുന്നു. സിംഹവാലൻ കുരങ്ങാണ് അവിടെ ഇരിക്കുന്നത്. 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഒന്നിനെ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. വള്ളിക്കുരങ്ങൻ, ബംഗാൾ കുരങ്ങൻ എന്നൊക്കെ അറിയപ്പെടുന്നവയാണിവ. 2 പേരും തമ്മിൽ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. മൂങ്ങ വർഗത്തിൽപ്പെട്ട വലിയ ഇനം മൂങ്ങകൾ ആണിവ. ഇവയുടെ നിറമെന്നത് ബ്രൗൺ കളറും കഴുത്തിന് മുൻവശത്തായിട്ട് വെള്ള നിറവുമാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പന്നിക്കരടി, തേൻകരടി എന്നിവയാണിവ. എന്തോ കളഞ്ഞു പോയതുപോലെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇതാണ് വെള്ളവയറൻ കടൽ പരുന്ത്. പക്ഷേ കണ്ടാൽ പരുന്തിൻ്റെ ലുക്കല്ല, ഒരു കഴുകൻ്റെ ലുക്കാണ്. കാണാൻ നല്ല രസമുള്ള ഇനമാണ്. പലതരത്തിലുള്ള കൊക്കുകളെ, അരയന്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 93 ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെയുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമ്മളെയും കാത്ത് ഒരു അതിഥി നിൽപ്പുണ്ടായിരുന്നു. ഇവിടാണ് കാട്ടിലെ രാജാവ് ഉള്ളത്. 2 സിംഹങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ആൺസിംഹത്തിനെയും ഒരു പെൺസിംഹത്തിനെയും. അവർ വിശ്രമത്തിലാണ്. അടുത്ത ആഹാരം കാത്ത് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒട്ടകപ്പക്ഷിയോട് സാദൃശ്യമുള്ള ഇവരാണ് യമു. നീണ്ട കാലുകളും നീണ്ട കഴുത്തുമാണ് ഇവർക്കുള്ളത്. ഇവരാണ് നീർക്കുതിരകൾ, അതായത് ഹിപ്പോപൊട്ടാമസ്.
കൂടുതൽ നേരവും വെള്ളത്തിലാണ് ഇവർ വസിക്കുന്നത്. എന്നാൽ ആഹാരത്തിന് സമയമാകുമ്പോൾ ഇവർ കരയിലേക്ക് കയറി വരും, ആഹാരം കഴിക്കുകയും ചെയ്യും. നമുക്കവിടെ ഒരു കുഞ്ഞ് അതിഥിയെയും കാണാൻ സാധിച്ചു. വെള്ളത്തിൽ അവർ നീരാടുകയാണ്. ഇത് ഒരിനം കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. ഇവരെ നമുക്ക് മ്ലാവ് എന്ന് വിളിക്കാം. എന്നാൽ ഇവരെ കലമാൻ, സാമ്പാർ ഡീർ എന്നൊക്കെ വിളിപ്പേരുകളുണ്ട്. ഇവയിൽ കൊമ്പുള്ളവയാണ് ആൺ മ്ലാവുകൾ, കൊമ്പില്ലാത്തവ പെൺ മ്ലാവുകളാണ്. കീരിയുടെ മുഖസാദൃശ്യമുള്ള ഇവരാണ് നീർനായകൾ. ഇവരുടെ ആഹാരം മീനുകളാണ്. ഇവർ മനുഷ്യനുൾപ്പെടുന്ന ജീവജാലങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവരാണ്. കേരളത്തിൻ്റെ പുഴയോര ഭാഗങ്ങളിൽ ഇവരെ കണ്ടുവരാറുണ്ട്. ഇവയാണ് മുതലകൾ. എന്നാൽ ഇവയെ മുതലയെന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഇവയുടെ മുഖഷേപ്പുകൾ വ്യത്യാസമുണ്ട്. ഇവയെ നമുക്ക് ചീങ്കണ്ണി എന്ന് വിളിക്കാം. 2 ചീങ്കണ്ണികളെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഒന്ന് വെള്ളത്തിൽ നീന്തി രസിക്കുന്നു. ഇവയാണ് ബ്രൗൺ റിയ. ഒട്ടകപ്പക്ഷിയോട് സാദൃശ്യമുള്ള ഇവർ തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂട്ടിനുള്ളിൽ വിശ്രമിക്കുകയാണ് മാജാര കുടുംബത്തിലെ ഈ അംഗം. മാംസഭോജിയായ ഇവരെ ലെപ്പാർഡ് അഥവാ പുള്ളിപ്പുലികൾ എന്നറിയപ്പെടുന്നു. ഒരു പുള്ളിപ്പുലി എന്നെ കണ്ടത് എൻ്റെ അടുത്ത് വന്നിരുന്നു. കൂടെ ഞാനും വരുന്നു എന്നാണ് അതിൻ്റെ പണ്ട്. ഇല്ലെങ്കിൽ താങ്കൾ ഇങ്ങോട്ട് കയറി വാ എന്നും പറയുന്നുണ്ട്. ഇനി കാണുന്നതാണ് കാട്ടുപോത്തുകൾ. ഇതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബാഹുബലിയിലെ വില്ലൻ തൽവാർ ദേവൻ തലക്കടിച്ചു കൊന്നത്. ഈ കാണുന്നതാണ് പുള്ളിമാനുകൾ. ധാരാളം പുള്ളിമാനുകളെ ഇവിടെ കാണാനാവുന്നതാണ്. ഇവനെ പിന്നെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടുള്ള കാര്യമില്ലല്ലോ. ഇതാണ് കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവ വന്നു ഒരു ടാറ്റയും കാണിച്ചു എൻ്റെ പാട്ടിന് പോയി.
ഇവനാണ് ശരിക്കും ഒട്ടകപ്പക്ഷി. ഒറ്റയ്ക്ക് ഒരു കൂട്ടിൽ കിടന്ന് വിശ്രമിക്കുകയാണ് നമ്മുടെ സിംഹം. ഇവനാണ് ഹൈന, അതായത് കഴുതപ്പുലി. ലിയോ സിനിമയിലൂടെ ഇവനെ നമുക്ക് ഗ്രാഫിക്സ് രൂപത്തിൽ കാണാൻ സാധിക്കും. കടുവ, പുലി, സിംഹം പോലെ തന്നെ അക്രമകാരിയാണിവൻ. ഇവനാണ് വെള്ളക്കടല, തെറ്റിപ്പോയി, വെള്ളക്കടുവ. ആസാം, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവിടെ ചിത്രശലഭ പാർക്ക് ഉണ്ട്. ഇവയാണ് മുള്ളൻ പന്നികൾ. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷ നേടാനാണ് മുള്ളുകൾ അവർ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കണ്ട് നടന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. വിവിധ ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളാണ് അതിനുള്ളിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.